ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മോളുടെ സ്കൂളിൽ ഫങ്ഷൻ ആയതുകൊണ്ട് 2 ദിവസം അവധിയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാനായിട്ട് വന്നു. അപ്പോൾ മോള് ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഡാൻസ് പഠിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഡാൻസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് അവളവിടെ കിടന്ന് പട്ടിയെ വിളിക്കുന്നുണ്ട്. ഇവിടെ 2 പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഡാൻസ് സ്കൂളിൽ കൊണ്ടുപോകണം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊന്ന് കാണാം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ഭൂവി, ഡാൻസിന് പോണ്ടേ? വാ, നമുക്ക് കുളിക്കണം. നമുക്ക് വിശക്കത്തില്ലേ അപ്പം? എന്താ വിശപ്പില്ലാത്തൊരു കുട്ടി, വാ. അപ്പോൾ ഭൂവി ഡാൻസിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ആഹാരം കൊടുത്തിട്ട് അവിടുന്ന് കാര്യമെന്ന് വെച്ചാൽ ഡാൻസ് കളിക്കുമ്പോൾ ഇച്ചിരി ബോഡി നമ്മൾ ഒരു എക്സസൈസ് ആണല്ലോ അതൊരു ടൈപ്പ്. അപ്പോൾ നമുക്കൊരു ആപ്പിൾ കൊടുത്തിട്ട് ആപ്പിളും ഒരു ഗ്ലാസ് പാലും കൊടുത്തിട്ട് ഡാൻസിന് വിടാം. അപ്പോൾ അങ്ങനെ ആപ്പിളെല്ലാം കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും അമ്മ ചായ ഇട്ടുകൊണ്ട് വന്നു. ഹലോ അമ്മേ, ഇതാണ് അമ്മ. കൊണ്ട് ഭൂവിച്ചിക്ക് കൊടുക്കാം. ഭൂവി ഇത് കഴിക്കില്ല ഫുൾ. മോളെ ഇങ്ങ് വാ. വാ, ആപ്പിൾ എടുത്ത് കഴിയടാ. നമുക്ക് പോണ്ടേ ഡാൻസിന്? കഴിക്കും മോനെ. പണ്ട് എഴുതി വെച്ച ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അംഗനവാടി വെച്ച് മോള് അക്ഷരങ്ങളെല്ലാം പഠിച്ചെന്ന്. അംഗനവാടി പഠിച്ചപ്പോൾ ഉള്ള ബുക്കാണിത്. അല്ലേ പൂവി? നമുക്ക് സ്റ്റാർ കിട്ടിയായിരുന്നു മിസ്സിൻ്റെ ഇന്ന്. വാവ്. ആ, കണ്ണടയ്ക്കണം. ആ, കണ്ടുപിടിച്ചോണ്ട് വാ. നോക്കട്ടെ. ആ, വാ, ഇത് തന്നെയല്ലേ നേരത്തെ കാണിച്ചത്. വലിയ അനക്കമൊന്നും ഇല്ല. അങ്ങനെ കുളിച്ചതേ ഒരാളിവിടെ ഇരിക്കുക. പോണ്ടേ? വാ. ഇപ്പോഴേ ഡാൻസ് തുടങ്ങിയോ? അങ്ങനെ ഒരുങ്ങി നല്ല റെഡി ആയിട്ടുണ്ട് ഭൂവി മോള്. കമോൺ. നമ്മൾ പോവാണ്. നേരെ അങ്ങ് പോകണം അല്ലേ? ഭൂവി ഡയറക്ഷനൊക്കെ പറഞ്ഞു തരും. ആ, ആണോ? പോ ബാ. ദൂരെ എവിടെയാ? കല്ലിൻ്റെ അപ്പുറത്ത് ഒരാളെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട് നമ്മളെ. ഹലോ മിക്കു. വാ പൂവി. മിക്കുവിന് ടാറ്റ എടുത്തോ? വാ, പോ. സ്കൂട്ടർ വരുന്നുണ്ടേ, നോക്കി. യെസ്, നമ്മുടെ വീടിൻ്റെ താഴെ ഇവിടെ ഒരു ഇറക്കമാണ്. ഈ ഇറക്കത്തിൻ്റെ താഴെയാണ് ഭൂവിയുടെ ഡാൻസ് ക്ലാസ് നടക്കുന്നത്. സാധാ വേറൊരു കടയിൽ വെച്ചിട്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ഡാൻസ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് അങ്ങോട്ടില്ല. ഇന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഡാൻസ് പ്രാക്ടീസ്. അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് 2-3 കുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നില്ലായിരുന്നു. ഇതാണ് ഭൂവിയുടെ ഡാൻസ് മിസ്സ്. ഭൂവി അമ്മ പോട്ടെ, വരാം. എത്ര മണിക്ക് വരണം ടീച്ചറെ? പോട്ടെ ഭൂവി. നമ്മുടെ വീടിന് ഈ താഴെ ഡാൻസ് ക്ലാസ്സിന് തൊട്ട് താഴെയായിട്ട്
നേരത്തെ അവിടെ ഒരു വയലായിരുന്നു കേട്ടോ. ഇപ്പം വയലെല്ലാം നികത്തി അവിടെ ഫുള്ളിപ്പോൾ കാട് പോലെ ആയിട്ടുണ്ട്. ഈ വയലിൽ നിന്ന് ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. യെസ്, അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെടി പരിചയപ്പെടുത്തി തരാം. ദേ ഇവിടെ ഈ മഞ്ഞ കളറിൽ പിടിച്ചിരിക്കുന്ന ഈ ചെടി കണ്ടോ, ഇതാണ് അക്കിക്കറുക. ഇത് ഈ പല്ലുവേദനയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സസ്യമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചെടിയുടെ പൂവില്ലേ, അത് പല്ലിൽ കേട് വന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ വേദന ശമിക്കുമെന്നൊക്കെയാണ്. എനിക്ക് പക്ഷെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. കയറ്റം കയറണം, അതാണ് ഒരു ടാസ്ക്. സാരമില്ല, ഇത്തിരി വണ്ണവും കുറയുമല്ലോ, ഒരു എക്സസൈസ് ആവും. കക്കയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് വൈകുന്നേരങ്ങളിൽ. ചില ദിവസം വൈകുന്നേരങ്ങളിൽ ഇതുപോലെ കക്കയൊക്കെ ഇതുവഴി കൊണ്ടുപോകാറുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ എങ്ങനെയെങ്കിലും നടന്ന് വീട്ടിലെത്തട്ടെ. യെസ് ഗൈസ്, അങ്ങനെ വീടെത്താറായിട്ടുണ്ട്. യെസ്, അമ്മ തൂത്തിട്ട് ചൂല് ഇവിടെ വെച്ചൊക്കെയാണ്. ഇനി ഇവിടെ എല്ലാം തുടയ്ക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. യെസ്, അയ്യോ എനിക്ക് PSCയുടെ സൈറ്റിൽ നിന്ന് ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എടുത്തു നോക്കിയപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റായിരുന്നു. മെയിൻ എക്സാമാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം അതിലേക്കിരുന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.